What is happening to me? എല്ലാം പഴയ പോലെ ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, താഴേക്ക് പോവാം. Esther, meet me in the library. I can put a stop to all of this. ആരാത്? എവിടുന്ന് സൗണ്ട്? ഓക്കെ, എന്താണ് ലൈബ്രറിയിലേക്ക് വരാൻ പറഞ്ഞു. ലൈബ്രറി ആരാ? What is going on? I told you, evil roams these halls, but I can make it go away and get everyone back. How? We need to do a ritual. I need 9 candles, salt, sage, and the trinket from the second floor bedroom. Hurry! നിനക്ക് എന്തൊക്കെ വേണ്ട? മെഴുകുതിരി എവിടെ നിന്ന് കിട്ടും? ലൊക്കേഷൻ പറഞ്ഞാൽ മെഴുകുതിരി കിട്ടുന്ന മെഴുകുതിരി എന്തോ ടൈപ്പ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ലേ? ഉപ്പാണ് എന്തോന്ന് വരുന്നുണ്ട്. ഈശ്വര, നിങ്ങളൊക്കെ ഓർമ്മത് ഇപ്പം ഇറങ്ങുവാണെങ്കിൽ എൻ്റെ അവിടെ ട്രെയിൻ ഇരിപ്പുണ്ട്. ട്രെയിൻ ഇടിച്ചാൽ സൗണ്ട് ഉണ്ടാവും. കൊണ്ടുണ്ടായാൽ ഇതെന്നെ പിടിക്കും. അപ്പോൾ ഇതേ ഒന്ന് ഓടിക്കോ. പറ്റിയില്ല. ഒരു വട്ടം കൂടെ ട്രൈ ചെയ്യാം. ഈ മെഴുകുതിരി മണ്ടക്കുണ്ടോ? ഒരു മെഴുകുതിരി വെച്ചുകൂടാലോ ഇല്ലാതെകൾക്ക്. ഇവിടെ ഒന്നും മെഴുകുതിരിയില്ല. അടുക്കള പോയി നോക്കാം. ഇനി നമ്മുടെ ലക്ഷ്യം, ഒരു മിനിറ്റ് നോക്കട്ടെ. ഓടിച്ചിരിക്കി ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങോട്ട്. ഈ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതുങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് മിസ് പോലെയൊക്കെ ഇങ്ങനെ മണ്ടക്ക് കയറാൻ ഹാർട്ട് ബീറ്റൊക്കെ നന്നായിട്ടിരിക്കുന്നുണ്ട്. ഈ മുണ്ടിലൊന്നും ഒത്തിരി കാണുന്നേ എന്താണ് മുള്ളൊക്കെ ആരോഗ്യ സൗണ്ട് ഉണ്ടാക്കാതിരുന്നാൽ മതി. എഴുതിരി പേടിച്ചു പോയി. വീണ്ടും അതിൻ്റെ വായിക്കാത്തേക്ക് തന്നെ കയറി കൊടുക്കുക. പൊട്ടാവുണ്ടെങ്കിൽ ആളെ സൗണ്ടെങ്കിലും തട്ടുന്ന പാടുവട്ട പരിപാടിയാ. കിച്ചണിൻ്റെ എത്തി. ഇവിടെ നമ്മൾ സേഫാ. സേഫ്. ഓക്കെ, ഉപ്പ് കിട്ടി. ഇവിടെ വേറെ വല്ലതും കേട്ടോ. അത് ഇതും കിട്ടി. എന്തോന്ന് എനിക്കറിയില്ല. അവനെ കിട്ടി. ഇവിടെ വല്ലതും ഉണ്ടോ? ഫ്രിഡ്ജിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? ഇവിടെ ഒരു മെഴുകുതിരി വെച്ചുകൂടെയാണ്. ഓക്കെ, മെഴുകുതിരി ഓരോ ഫ്ലോറിലായിട്ട് ഇങ്ങനത്തെ കേറിയില്ല. ഓക്കെ, ഉപ്പും മുളകും ഉണ്ട് അവിടെ തന്നെ. മുളകാണ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഓടിച്ചെന്ന് എടുക്കുക, അത്രേ ഉള്ളൂ. ഓടിച്ചെല്ലോ എടുക്കുക. ഉപ്പ് കിട്ടി. ഇതെന്തോന്നുണ്ടോ? പുതിയനാണോ? ഓക്കെ, 3 പേരും 3 സ്ഥലത്ത് ഇത് നടക്കും. എനിക്കൊന്ന് അടുത്ത ഇപ്രാവശ്യം മുക്കിന്ന് വന്ന് കഴിഞ്ഞ വർഷം പുറകിന്ന് വന്നു. മിക്കവാറും എനിക്ക് ജന്മത്തിൽ ഉപ്പെടുക്കാൻ പറ്റും. അതാണ് പതുക്കെ പതുക്കെ. ബൈ ബൈ. ഉപ്പ് കിട്ടി.
ഇതെന്തുവാ കുന്തോന്ന് എനിക്കറിയില്ല. എന്താ പച്ചക്കളഞ്ഞ സാധനം ഉപ്പ് എങ്ങനെയാന്ന് ഇത് നീ നിങ്ങൾ ചോദിക്കുന്നു. പഞ്ചസാര ഒക്കെ എന്ത് ചെയ്യുന്നു ആണെങ്കിൽ പൈസ ഞാൻ ഉണ്ടാക്കിയത് ഇത്രയും ഇഷ്ടപ്പെട്ടത് വെറുതെ ആയി. വീണ്ടും ഉപ്പേ പ്രായം കൊല്ലും. പുറകെ പോണം. നമ്മൾ അടുക്കള എത്തി വീണ്ടും. മെഴുതിരിയൊക്കെ 9 മെഴുതിരി. പിന്നെ ഈ സാധനം എന്തോ അത് ദൈവത്തിനറിയാം. ഇത് അടുക്കളയെ പോലും ഇല്ല. അടുക്കളയെ പോലും ഇല്ലാത്ത വസ്തുവൊക്കെ ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കാന്ന് നോക്കും. ഏത് വശത്താന്ന് നോക്കും. മണ്ടയ്ക്ക് ഇവിടെ ആയിരുന്നുണ്ടോ? ഒരുത്തി കഴിഞ്ഞപ്പോ അടുത്ത വീണ്ടും ഉപ്പുമുളക് മുമ്പിലേക്ക് പോകും. പക്ഷെ മെഴുകുതിരി ഒപ്പം പോകും. പക്ഷെ ആദ്യം മണ്ടയ്ക്ക് വേണ്ട. ആദ്യം ഈ താഴത്തെ നിലയൊക്കെ വലിച്ചു കൊടുത്തിട്ട് മണ്ടയ്ക്ക് പോകുന്നതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രൈ ചെയ്ത് നോക്കും. കഥ തുറന്നതേ ഉള്ളൂ. ചീറ്റിങ്. കഥ തുറന്നു ഞാനും എന്നെ പിടിക്കും. ഉപ്പ് എന്തുവാണെന്തോ പ്രാവശ്യം വെയിറ്റ് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ നേരത്തെ കഥ പുറത്തപ്പം എന്നെ പിടിച്ചു. ആദ്യം വീണ്ടും ഒരു മെഴുകുതിരി കിട്ടി. ഓരോ ഷോട്ട് കൃത്യസമയത്ത് കഥ തുറന്ന് വീണ്ടും രക്ഷപ്പെട്ടു. ഒരേ 2 വട്ടം രക്ഷപ്പെട്ടു കിട്ടും ഭാഗ്യം. അതേ വീണ്ടും ജസ്റ്റ് മിസ്. വീണ്ടും വരുന്നു. ഒന്നെങ്കിൽ എന്നെ വെറുതെ വെള്ളമായി. വീണ്ടും പിടിച്ചു. കൊള്ളാം, സൂപ്പർ. അല്ല ഇനി മെഴുകുതിരി എടുക്കാൻ പോയപ്പോൾ മെഴുകുതിരി മാത്രം എടുക്കണ്ട. പക്ഷെ ഇപ്പോൾ വീണ്ടും എടുക്കട്ടെ. ഒരു വട്ടം പിടിച്ച ഇത് വീണ്ടും എടുക്കണം. ഇങ്ങോട്ട് തൈ ഇത് ഉപ്പും ഇത് മുളകൊന്നും അല്ല. വെറുതെ മുളകൊന്നും ഞാൻ ഉപ്പാണ് തന്നെ ഡൗട്ടുണ്ട്. മണ്ടയ്ക്ക് എൻ്റെ കടുവയുണ്ട്. കാരണം ഈ സൈഡിൽ കൊണ്ട് പക്ഷെ വഴി മാറാം. ഒക്കെ ഒരു മെഴുകുതിരിയും കൂടെ കെട്ടി ഏറ്റവും മണ്ടക്കത്തതല്ല ഒരു മെഴുകുതിരി. ഇവിടെയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുത്തരുള്ളത്. മിസ്റ്റർ ഹോപ്പ് ഒരു മെഴുകുതിരി. അതിനകത്ത് ഒത്തിരി അതേപോലെ ഓക്കെ ബൈ. പോയി
നാളായിട്ട് പേടിപ്പിക്കുന്നുണ്ട് ഈ ഗെയിമിനകത്ത്. ബസ് ആദ്യം ഒന്നും ഇതാവാൻ ലൈക്ക് ഞാൻ നടക്കാനുള്ള സമയം ഇത് കിട്ടിയില്ലായിരുന്നു. വീണ്ടും ഒരു മെഴുകുതിരി കിട്ടി. അതേ വരും. കാലം പുറകെ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ കളം നോക്കിയിരിക്കും. 7 മെഴുകുതിരിയായി. ഈ അവൻ എവിടെയാണെന്നും കൂടെ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ചത്ത് ഹാപ്പി. ലാസ്റ്റ് മെഴുകുതിരി എവിടെയാ? ഓ ലാസ്റ്റ് മെഴുകുതിരി. ലാസ്റ്റ് മെഴുകുതിരി ഇവിടെ. എനിക്ക് നന്നായിട്ട് അറിയാം. ഒമ്പത് മെഴുകുതിരിയും കിട്ടി. ഇതിനെ പിടിച്ചാലും കുഴപ്പമില്ല. എനിക്ക് ഞാൻ ഉപ്പുമുളക് എടുത്തോണ്ടെന്ന് പോകാം. ഉപ്പുമുളകും അല്ല, ഞാൻ കുന്ത അവിടുന്ന് കിട്ടുമെന്ന്. ഈ ബ്രൗണ് എന്തുവാണെന്ന് അറിയില്ല. എങ്ങനെ കണ്ടുപിടിക്കുമോ എന്നോരാ. അതേ മതി. ഓടി ഈ ഗെയിം ഷോർട്ട് ഗൺ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഞാൻ ഈ സാധനത്തിലെ പോകുന്നത്. ബൈ. എനിക്ക് മനസ്സിലായി ഇനി എന്തോ എടുക്കണ്ടേന്ന്. ഇവിടുന്ന് ഉപ്പ് എടുക്കുവോ? ഇവിടുന്ന് ഈ പച്ച കളറിലെ സാധനം എടുക്കുവോ? നീ ബ്രൗൺ കളറിലെ സാധനം പോയി തപ്പുക. അത്രേ ഉള്ളൂ ജോലി. പെട്ടെന്നാവില്ല. പതുക്കെ പതുക്കെ. ഓ ഞാൻ സൗണ്ട് ഉണ്ടാക്കിയത്. സോറി കേട്ടോ, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഇത് എളുപ്പ വഴിയുണ്ടോ? എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഇങ്ങോട്ട് ബാ. ധൈര്യമുണ്ടെങ്കിൽ വാടേ. വന്നാ എന്നാ പടി. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ വീഡിയോ എനിക്കിത് തീർക്കാൻ പറ്റുമെന്ന്. എന്താണെന്ന് വെച്ചാൽ ആ 2 കാര്യങ്ങൾ വെച്ചിക്കൊണ്ട് വീഡിയോ അത്രയും വലിച്ചു നോക്കണ്ട. ആദ്യം ഞാൻ ബ്രൗൺ കളറിൽ സാധനം പോയിട്ടപ്പോൾ എനിക്ക് ഇത് രണ്ടും അവിടെ ഇരിക്കുന്നേ അറിയില്ല. ബ്രൗൺ പോയി അതിട്ടപ്പം ബ്രൗൺ കളറിന്റെ സാധനം കിട്ടിയത് എന്തോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കിട്ടിയ എനിക്ക് സന്തോഷമായി. കംപ്ലീറ്റ് ആയി.
ഓക്കെ ഉപ്പ് ഈ പച്ചക്കളർ സാധനം കംപ്ലീറ്റ് ആയി. ഒരിക്കലും വിചാരിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടത്. ഞാൻ പഠിക്കാത്തൊന്നുമില്ല. പഠിക്കുവാണെങ്കിൽ എനിക്കിനി കുഴപ്പമൊന്നുമില്ല. പാടേ എനിക്കെല്ലാ കാര്യങ്ങളും കിട്ടി. എനിക്കിതും കൂടെ ഒന്ന് കിട്ടിയാൽ മതി. ട്രൈ ചെയ്യണം. അതൊക്കെ സൗണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. പക്ഷെ ട്രൈ ചെയ്യുന്ന ഒരിക്കലും നിർത്തിട്ട് ഏതൊക്കെ വന്നാലും നിർത്തല് ഓടിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഏതെങ്കിലും മുറിക്കാരണം എന്നിട്ട് എന്ത് സാധനം എടുക്കണം. എന്നിട്ട് നേരെ ഇങ്ങോട്ട് ഓടണം. നേരെ ഇവിടുന്ന് സ്പീഡിൽ ഓടണം. ഒന്നും നോക്കല് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പീഡിൽ ഓടണം. എന്നിട്ട് ഇവിടുന്ന് നേരെ നിങ്ങൾ ഈ സാധനങ്ങൾ എടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് റിച്ചെടുക്കാനുള്ള സാധനങ്ങളെല്ലാം കിട്ടി. കഷ്ടപ്പാട്. വെളിയിൽ അത് കാണും. സൂക്ഷിച്ചിറങ്ങണം. പതുക്കെ പോവാം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഈ കരടി ഈ പാണ്ട വരുവാണെങ്കിൽ ലൈക്ക് പിള്ളേരുടെ ഒരു സൗണ്ട് ഉണ്ടാകും. ഇത്രയൊക്കെ മനസ്സിലാക്കാൻ കഷ്ടപ്പെട്ടു. കഷ്ടപ്പെട്ടായി. ഓക്കെ, ഇനി വീണ്ടും ഇവിടുന്ന് പോവാം. അതൊക്കെ സ്പീഡിൽ നടക്കണേ. നമുക്ക് ആരെയും പേടിയായിരിക്കും. സ്പീഡിൽ പോ. കയറും. കോയിനല്ലേ ഇതെടുക്കും. ഇവിടുന്ന് സ്പീഡിൽ പോ. താഴേക്ക് പോകും. അലവലാതെ കഷ്ടപ്പാടി. വീണ്ടും പോണം. സ്പീഡിൽ പൊളിച്ചിരിക്കണം. സത്യം പറയല്ലേ, മിലിറ്ററി കളക്ട് ചെയ്താണ് ഏറ്റവും എളുപ്പമുള്ളത്. എനിക്കൊന്നും പറയണ്ട. പതുക്കെ പോണം. മണ്ടയ്ക്ക് പോകാം. അതൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ടല്ല. അതൊക്കെ പോയൊന്നും അവിടെ എത്തത്തില്ല. പതുക്കെ ഇവിടുന്ന് ഇറങ്ങണം. കുറെ നേരമായിട്ട് മഴയും പെയ്യാൻ തുടങ്ങി. ഗെയിമിലാരും
നല്ല മഴ. അവിടെ മഴ ഇവിടെ ഗെയിമിനകത്താണെങ്കിൽ ചോരപ്പുക. ഒരുത്തരും എന്നെ പിടിക്കാൻ കഴിയില്ല. മണ്ടയ്ക്ക് വരുക. ഓ ഈ കണ്ണ ഇന്നത്തെ ഗെയിമിനെ കുറേ ചോദിച്ചു. വീണ്ടും പ്രാവശ്യം എന്നെ പിടിക്കാൻ ഒരിക്കലും പറ്റില്ല. ഓക്കെ, വീണ്ടും സൗണ്ട് ഉണ്ടാക്കും തുടങ്ങി. വീണ്ടും എന്നെ പിടിച്ച് എനിക്ക് ഒന്നില്ല ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു വട്ടം കൂടെ ട്രൈ ചെയ്തു. പ്രാവശ്യം പറ്റിയില്ലെങ്കിൽ മണ്ടയ്ക്ക് പോവാ. അവിടെ കടുവ ഉണ്ടെങ്കിൽ കടുവയുടെ വല എടുത്ത് വെച്ചിട്ട് എനിക്ക് പേടിക്കാതെ കൂടുതൽ വന്ന് ദേഷ്യം. അടുത്തോട്ടം വേറെ വല്ല ഹോറർ ഗെയിം പറ്റുമോ? പിടിച്ചു പിടിച്ച് പിടിച്ച് എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ദേഷ്യമില്ല. എനിക്ക് ഒട്ടും ദേഷ്യമില്ല. ഒട്ടും ദേഷ്യമില്ല. വീണ്ടും ആ പാട്ടെ കാണുവാണെങ്കിൽ എനിക്കൊരു ദേഷ്യമില്ല. അടുത്തൊരു കടുവ വന്നു. ഓക്കെ, കിട്ടി. പക്ഷെ ഒരു കാര്യം, മിസ്റ്റർ ഹോപ്പിനെക്കാട്ടും പ്രശ്നം വരാം. മിസ്റ്റർ ഹോപ്പിനെ കൊണ്ട് അത്രയും പ്രശ്നമില്ല ഇവരെ കൊണ്ടത്. വീണ്ടും പിടിക്കുന്നു. ഇങ്ങോട്ട് പോകൂ. അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് പോ. ബൈ. ഓ ദൈവം, പിടിച്ച് എങ്ങനെ ഇന്നത്തെ ഒരു ഇത്രയുള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ ഓക്കെ ബൈ.